ഹലോ ഗായ്സ്, ഇതിപ്പോൾ നമ്മളെ വീടിനടുത്ത് ട്രോപ്പിക്കൽ ഫ്രൂട്ട് വേൾഡ് എന്ന് പറഞ്ഞൊരു ഫാമേഴ്സ് മാർക്കറ്റ് ഉണ്ട്. ആക്ച്വലി അത് ഇൻസൈഡ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു അവിടെ തന്നെ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് ആൻഡ് എല്ലാം ഇങ്ങനെ അതിൻ്റെ തൈകളും എല്ലാം വിൽക്കാൻ വെച്ചേക്കുന്ന ഒരു സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് പോയതാണ്. ആക്ച്വലി ഷോപ്പ് അടയ്ക്കുന്ന സമയത്താണ് നമ്മൾ ചെന്നത്. അപ്പോൾ അവിടെ വൈഡ് വെറൈറ്റി ട്രോപ്പിക്കൽ സീസണൽ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ ഇത് ചെറുപഴം, ചക്കപ്പഴം, നമ്മുടെ വാഴച്ചുണ്ട്, അങ്ങനത്തെ എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കണ്ടപ്പോൾ. നമ്മൾ അത്യാവശ്യം കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. ഇവിടെ ഓസ്ട്രേലിയയിൽ നമുക്കെല്ലാം തന്നെ കിട്ടുന്നതാണ്. ബട്ട് നമ്മുടെ ഇത് വീടിന് തൊട്ടടുത്താണ്. അപ്പം യെല്ലോ ഡ്രാഗൺ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ. സപ്പോട്ട, പിന്നെ എന്താ ആപ്രിക്കോട്ട്, അങ്ങനെ അവിടെ തന്നെ ഇതെല്ലാം അവിടെ തന്നെ ഉണ്ടാവുന്നതാണ്. ആ ഒരു ഗാർഡനിൽ ട്രോപ്പിക്കൽ ഫ്രൂട്ട് വേൾഡ് എന്ന് പറഞ്ഞ അതൊരു വലിയൊരു പ്ലേസാണ്. ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് അവരവിടെ തന്നെ കൃഷി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. അപ്പോൾ അവിടെ തന്നെ ഉണ്ടാകുന്ന ഇത് ഫ്രൂട്ട്സ് അവരിങ്ങനെ വിൽക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അത് അവിടെ വേറൊരു വിസിറ്റർ അവിടെ വന്നിരിപ്പുണ്ടായിരുന്നു. നമ്മളെ നോക്കിയിട്ട് ആളപ്പം തന്നെ പോയി. ഇത് അവിടുത്തെ ഒരു ചെറിയ പ്ലാവാണ്. ഇതിൽ നിറയെ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ചക്ക വാങ്ങി. ഇത് പെർ കെ ജി $5 അങ്ങനെ എന്തോ ആയിരുന്നു. നല്ല പഴുത്ത നല്ല ചക്കയായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. മറ്റേ വാഴച്ചുണ്ട്, ചക്കപ്പഴം, സപ്പോട്ട, യെല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്, ആപ്രിക്കോട്ട്, എബിയു, അങ്ങനത്തെ കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് നമ്മൾ ട്രൈ ചെയ്യാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇതെല്ലാം കൊണ്ടുവന്നു. ഞാനിത് കട്ട് ചെയ്ത് പ്ലേറ്റ് ചെയ്യുകയാണ്. ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഫുൾ ഫ്രൂട്ട്സ് ആയിരുന്നു, വെരി ഹെൽത്തി. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ്. യെല്ലോ ഡ്രാഗൺ, വാഴച്ചുണ്ട്, ആപ്രിക്കോട്ട്, പിന്നെ അബിയു, പിന്നെ നമ്മുടെ മെയിൻ സാധനം ചക്കപ്പഴം. അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് നമ്മളിങ്ങനെ പ്ലേറ്റ് ചെയ്ത് നോക്കാം. നമ്മളെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കഴിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളെന്നിട്ട് സപ്പോട്ട ജ്യൂസ് അടിച്ചു. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. അത് സൂപ്പറായിരുന്നു കേട്ടോ. ചക്കപ്പഴം എന്നൊക്കെ വെച്ചാൽ ദ ബെസ്റ്റ് ആയിരുന്നു. നാട്ടിൽ കഴിക്കണ പോലെ തന്നെ ഭയങ്കര മധുരവും നല്ല ടേസ്റ്റ്. പക്ഷേ ആകെ അതിനകത്ത് ഇത് കുറവായിരുന്നു, ചുളകൾ കുറവായിരുന്നു. ആ ഒരു പീസിൽ നമുക്ക് ഇത്ര തന്നെ കിട്ടിയുള്ളൂ. വാട്ട് എവർ, അറ്റ്ലീസ്റ്റ് നമുക്ക് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ.